ക്രിസ്മസ് ഹിന്ദുക്കൾ ആഘോഷിക്കരുത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഞാൻ ആദ്യം ഇത് ട്രോളാണോ വ്യാജ വാർത്തയാണോ എന്ന് ഞെട്ടി. കേരളത്തിൽ തന്നെ വളരെ പ്രമുഖമായ ഒരു ക്രിസ്തീയ ചാനലാണ് ഗുഡ്നെസ് ന്യൂസ്. ആ ഗുഡ്നെസ് ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനുശേഷം വയർ അടക്കമുള്ള വളരെ പ്രമുഖമായ നാഷണലിലെ മെയിൻ സ്ട്രീം മീഡിയയിൽ ചെന്ന് നോക്കുകയുണ്ടായി. ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്ത്. സ്കൂളുകളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ പാടില്ല, ആശംസാ ബോർഡുകൾ തൂക്കരുത്, ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തരം മതഭ്രാന്താണിത് എന്നുള്ളതാണ്. അപ്പോ VHPയിലെ സുരേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടെ കേൾക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാലേ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും പറയുമോ? നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും നമ്മളൊക്കെ ഉള്ള എല്ലാവരും നമ്മുടെ നാട്ടില് എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാത്ത 99% ഹിന്ദുക്കളും ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഓണം ആഘോഷിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ നമ്മളെല്ലാം അങ്ങനെ പരസ്പരം റംസാന് വിഷ് ചെയ്യുന്നതാണ്. അങ്ങനല്ലേ ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്? ഇതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. ഇദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്ര ഗുപ്ത, മഹാസജിഫ്, ഡൽഹിയിലെയാണ്. പക്ഷെ ഡൽഹി എന്ന് പുള്ളി പറയൂല, ഇന്ദ്രപ്രസ്ഥം എന്നേ പറയൂ. जय श्री राम। പുള്ളിയുടെ അങ്ങനെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കിടക്കുന്നത്. हिंदू परिषद दिल्ली प्रांत ने हिंदू समाज के नाम एक अपील जारी की है, जिसमें हमने कहा है कि अभी आने वाले दिनों में जगह जगह हिंदू स्कूलों में या हिंदू दुकानों पर या हिंदू जहाँ शॉपिंग करने के लिए जाते हैं ऐसे मॉल में हैप्पी क्रिसमस के बोर्ड लटकाए जाएंगे और दुकानें या मॉल सजाए जाएंगे या स्कूलों में गतिविधियां हों। तो हमने समाज से अपील की है कि ऐसी सभी गतिविधियों से समाज को बचना चाहिए, समाज को दूर रहना चाहिए, क्योंकि इसके कारण से जो ईसाई मिशनरीज हैं उनको हिंदू समाज का धर्मांतरण कराने में सुविधा होती है. ഇതിന്റെ എല്ലാം പിന്നിൽ മതപരിവർത്തനമാണെന്നും അങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ഇത് ഒരുതരം മതഭ്രാന്താണ്. അതിന്റെ പ്രശ്നം എന്തുകൊണ്ടായത് അഡ്രസ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർക്ക് അതിശക്തമായ രീതിയിൽ മതഭ്രാന്ത്. അതായത് എല്ലാ മതവും നല്ലതാണ്, പക്ഷെ മതഭ്രാന്ത് ആരുടെയും നല്ലതല്ല. അതാണ് അതിലെ കറക്റ്റ് നിലപാട്. എല്ലാ മതങ്ങളും നല്ലതാണ്, എന്നാൽ ഒരു മതഭ്രാന്തും നല്ലതല്ല എന്ന തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ വളരെ രസകരവും കൗതുകകരമായ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ എന്താണ് ക്രിസ്മസിൽ ചെയ്യുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യഥാർത്ഥ ഹിന്ദുവായ നമ്മുടെ സാക്ഷാൽ സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെ എന്താണ് ചെയ്തിരുന്നത്? ഇത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠമാണ്. അതായത് ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ സന്യാസിയായ, ഭാരതത്തെ ലോകത്തിന് മുമ്പിൽ ബ്രാൻഡ് ചെയ്ത ലോക ഗുരുവായ ശ്രീ വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻസ് നടക്കുന്നത്. അത് ഡിസംബർ 24-നാണ് നടക്കുന്നത്. അതായത് ക്രിസ്മസിന്റെ തലേന്ന്. നമുക്ക് അതിലെ ചില വിഷ്വൽസ് ഒന്ന് കാണാം. മനോഹരമായ വിഷ്വൽസ് ആണ്, കണ്ടിരിക്കേണ്ടതാണ്. അതൊന്ന് കാണാം. ഹിന്ദു സന്യാസിമാർ വളരെ സന്തോഷത്തോടെ സാന്റാക്ലോസിന്റെയും ഉണ്ണിയേശുവിന്റെയും അമ്മ മേരിയുടെയും യേശു ക്രിസ്തുവിന്റെയും ഒക്കെ വളരെ മനോഹരമായ ചിത്രങ്ങൾ വെച്ച്, ഇതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇതാണ് യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ നന്മ. അത് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നബിദിനമാണെങ്കിലും ഇപ്പം ബുദ്ധിസ്റ്റ് ആഘോഷമാണെങ്കിലും ഏത് ആഘോഷമാണെങ്കിലും പരസ്പരം സന്തോഷത്തോടെ ഒരുമയോടുകൂടി നമ്മളത് ആഘോഷിക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു. ഇതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ല എന്നല്ല, പകരം എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ചടങ്ങ്. ബേലൂർ മഠ് ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് വെറുതെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഹിന്ദു സന്യാസിമാർ വളരെ പ്രാർത്ഥനാപൂർവം ഉണ്ണി യേശുവിന്റെ ചിത്രങ്ങളും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രങ്ങൾക്ക് മുമ്പിൽ ആരതി ഒഴിയുന്നതും ക്യാൻഡിൽ ഒഴിയുന്നതും കാഴ്ചകൾ കാണാം. യഥാർത്ഥത്തിൽ വിവേകാനന്ദന്റെ ഹിന്ദുമതമാണ് നമുക്ക് വേണ്ടത്. മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവാണ് നമുക്ക് വേണ്ടത്. ഈ തീവ്ര വലതുപക്ഷം എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അഭിപ്രായമല്ലോ കേട്ടോ. ഒരുപാട് BJPക്കാരും ഒരുപാട് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടവരും ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ക്രിസ്മസ് ആഘോഷിക്കുകയും നമ്മുടെ പള്ളിയിലച്ചന്മാരെയും എല്ലാം അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ലൈനിന്റെ പ്രശ്നമാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര ക്രിസംഗി അല്ലെങ്കിൽ തീവ്ര ക്രിസ്തീയ
റൈറ്റ് വിങ്ങേഴ്സ്, ഇവരെല്ലാം നമ്മുടെ നാടിന് അപകടമാണ്. ആ അപകടത്തിൽ നിന്ന് മാറട്ടെ. മനോഹരമായ ക്രിസ്മസ് വരികയാണ്. നോക്കിയിരുന്നാൽ മതി, എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. ലോകത്തിൽ ഇതേപോലെ വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയൂ? ഹിന്ദു സന്യാസിമാർ യേശുക്രിസ്തുവിൻ്റെയും അമ്മ മേരിയുടെയും ചിത്രങ്ങൾക്ക് ഹാരമർപ്പിക്കുകയും ദീപാരാധന ഒഴിയുകയും, ദീപാരാധന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹിന്ദുക്കളുടെ സിസ്റ്റമാണ്, ആ വിശ്വാസത്തിൽ അവർ ചെയ്യും. ഇതാണ് നന്മ, ഇതാണ് ദൈവീകത. അതുകൊണ്ട് വിദ്വേഷം വേണ്ട, പരസ്പരം വിരോധം വേണ്ട, നന്മയുടെ ദൈവീകതയുടെ മുന്നോട്ട് പോക്കുണ്ടാകട്ടെ. ജയ് ഹിന്ദ്.